കോർപ്പറേഷൻ അഴിമതി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും കൂട്ടരും വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന CPI മന്ത്രി GR അനിലിൻ്റെ വിവരണങ്ങളിലേക്ക്. അതെ, അത് സ്ഥിരമായിട്ട് ഈ കോൺഗ്രസ് BJP-ക്കാർക്ക് പറയാൻ കഴിയുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ എപ്പോഴും അവർ ഉരിയാടിക്കൊണ്ടിരിക്കും. നമ്മൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തണം. അതിനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ, പരിശോധിക്കാനും പരിഹരിക്കാനും അവിടേക്ക് പോകാമല്ലോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ കാണേണ്ടത് എന്താ? ഇവിടെ ഇടതുപക്ഷം വീണ്ടും നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഈ കോർപ്പറേഷൻ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനതയാണ് തലസ്ഥാനത്ത് ജനത. അതിലേറ്റവും നല്ല ഉദാഹരണം മാധ്യമങ്ങൾ അറിയേണ്ടുന്നത്, എത്ര ഊതിപ്പെരിപ്പിച്ചാലും BJP-ക്ക് ഇന്നുള്ളതിനേക്കാൾ ഒരു സീറ്റ് കൂട്ടാൻ കഴിയില്ല, അതിനേക്കാൾ വളരെ താഴോട്ട് പോകുന്ന അവസ്ഥ വരും. അത് സംശയമില്ല, BJP തന്നെ ആയിരിക്കും പ്രതിപക്ഷം. കാരണം കോൺഗ്രസ് ദുർബലമായി പോയല്ലോ. ഇവിടെ മത്സരിക്കാൻ BJP-യുടെ സ്ഥാനാർത്ഥികൾ ആരാ? ഇവിടെ ഈ സീറ്റ് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി ആരാ? കോൺഗ്രസിൻ്റെ പഴയ കൗൺസിലറല്ലേ. അപ്പുറത്ത് മത്സരിക്കുന്ന മഹേശ്വരൻ നായർ പഴയ കൗൺസിലറല്ലേ. BJP-ക്ക് റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറുകയല്ലേ കോൺഗ്രസ്. അതുകൊണ്ട് UDF എന്ന് പറഞ്ഞ അർത്ഥം ഈ സിറ്റി നഗരത്തിനകത്ത് നഷ്ടപ്പെട്ടിട്ട് കാലങ്ങളായി. ഞാൻ ഒരു കാര്യം പറയാം, BJP തന്നെ പുറകോട്ട് വരുന്നതിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമല്ലേ ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ. ഇവിടെ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റിലും അസംബ്ലിയിലും മൃഗീയ ഭൂരിപക്ഷം നേടിയ വാർഡുകളിൽ BJP ഉപതെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും പരാജയപ്പെട്ടു. BJP-യുടെ എല്ലാ ശേഷിയും ഉപയോഗിച്ച് ഞാൻ ഇന്നലെ ശ്രീ മുരളീധരനോട് ചോദിച്ചു. അദ്ദേഹം വീടാന്തരം കയറി ഇറങ്ങിയിട്ടും സിറ്റിംഗ് സീറ്റായ വെള്ളാർ നിലനിർത്താൻ കഴിഞ്ഞില്ലല്ലോ. ഉപതെരഞ്ഞെടുപ്പിൽ വെള്ളാർ സീറ്റ് LDF ജയിച്ചില്ലേ. തൊട്ടടുത്ത് ശ്രീവരാംഗ സീറ്റ് BJP-ക്ക് അസംബ്ലിയിലും പാർലമെൻറ്റിലും മൃഗീയ ഭൂരിപക്ഷം നേടിയ പ്രദേശം, അവിടെ LDF-ൻ്റെ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞു, വിജയിക്കാൻ കഴിഞ്ഞു. ഇതുമാത്രമല്ല, മറ്റ് സീറ്റുകളിൽ തന്നെ എടുത്തു നോക്കിയാൽ. അതുകൊണ്ട് BJP പണത്തിൻ്റെ പ്രചരണവും പണത്തിൻ്റെ ബഹളത്തിനും അപ്പുറം ജനസ്വാധീനത്തിലേക്ക് എത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയില്ല എന്ന് നമുക്കൊരു 5 ദിവസം കൂടെ കഴിയുമ്പോൾ നേരിട്ട് മനസ്സിലാവും. അതെല്ലാം തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, നമുക്ക് കുറച്ചുകൂടെ ശാന്തമായിട്ടിരിക്കാം. പാങ്ങോട് വാർഡ് മാത്രമല്ല, ശബരിനാഥിൻ്റെ വരവ് കോൺഗ്രസ് നേട്ടം ഉണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങൾ കോൺഗ്രസ്സോട് ചോദിക്കുക. ശബരിനാഥിനെ എന്തോ ഉദ്ദേശം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു എന്ന തെളിവല്ലേ. 8 സീറ്റുള്ള ഒരു കോൺഗ്രസ് പാർട്ടി, CPIക്ക് 10 സീറ്റുണ്ട് ഈ നഗരസഭയിൽ. 8 സീറ്റുള്ള കോൺഗ്രസ് പാർട്ടി ഏത് സീറ്റാണ് 9ാമത് ജയിക്കാൻ പോകുന്നത്? ഒരു ഒറ്റ വോട്ടിന് ജയിച്ച സീറ്റാണ് ഈ കവടിയാറ്. അതിനപ്പുറത്ത് ഒരു സീറ്റ് 200-150 വോട്ട് നേടുന്ന തരത്തിലേക്ക് തരം താഴുകയല്ല, അങ്ങ് താഴ്ന്നു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയ കോൺഗ്രസ് ശബരിനാഥിനെ അല്ല, ഇനി രമേശ് ചെന്നിത്തലയും VD സതീശനും അടക്കമുള്ള മുഴുവൻ സംസ്ഥാന നേതാക്കന്മാരും ഇവിടെ അസംബ്ലി വാർഡുകളിൽ മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയില്ല. അത്ര കണ്ട് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ ഒരു കോൺഗ്രസ് പാർട്ടി ജീവൻ നിലനിർത്താൻ വേണ്ടി നടത്തുന്ന പ്രയത്നമല്ലാതെ മറ്റൊരു കാര്യവുമില്ലെന്ന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് കാണിക്കാൻ പോകും. ഞങ്ങളങ്ങനെ ആരെയും കൊണ്ടുവന്നില്ലല്ലോ. ഞങ്ങൾ അതിന് പകരം ചില ആളുകളെ ആ രീതിയിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിച്ചാൽ മാത്രമേ ജനങ്ങൾ വോട്ട് ചെയ്യൂ എന്നുള്ള ധാരണ ഞങ്ങൾക്കില്ല. ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. 100 കണക്കിന് ഇടതുപക്ഷ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്ന പ്രവർത്തകരെ മത്സരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അത് മത്സരിപ്പിക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് നല്ല കഴിവുറ്റ നേതാക്കന്മാർ നഗരഭരണം നടത്തുന്ന സാഹചര്യം നമുക്ക് 5 വർഷം കാണാം. എത്ര കാലം കൊണ്ട് കേൾക്കുന്ന വാക്കാ? എന്തെങ്കിലും അർത്ഥമുണ്ടോ? BJP-യും ഞങ്ങളുമായിട്ട് സന്ധി ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നവരാണോ? ഞങ്ങളങ്ങനെ ഒരു ചിന്തയിൽ പോലും ഇല്ലാത്ത ആളുകളല്ലേ. നിങ്ങൾ നോക്ക്, കോൺഗ്രസിൻ്റെ വോട്ട് BJP-ലേക്ക് പോയോ, LDF-ൻ്റെ വോട്ട് BJP-ലേക്ക് പോയോ എന്ന് നിങ്ങൾ ഓരോ വാർഡ് എടുത്ത് അസസ് ചെയ്ത് നോക്ക്. ഈ നഗരത്തിനകത്ത് കഴിഞ്ഞ 2 സീറ്റ്, ഒരു സീറ്റ് ഞാൻ കൗൺസിലറായിരിക്കുമ്പോൾ 1 സീറ്റ് മാത്രമായിരുന്നു BJP.
കോൺഗ്രസ് 35-36 സീറ്റുണ്ടായിരുന്നു. ആ കോൺഗ്രസിൻ്റെ സീറ്റുകളിൽ BJP ജയിച്ചു വന്നത് അവിടെയെല്ലാം കോൺഗ്രസ് വോട്ട് ദുർബലമായി 150-200 താഴ്ന്നു. BJP ജയിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അവിടെയെല്ലാം രണ്ടാമത്തെ സ്ഥാനത്തേക്ക് എത്തുന്നത്, വിജയിച്ചില്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയത് LDF അല്ലേ? ആ LDF എന്തിനാണ് BJP ആയിട്ട് സന്ധി ഉണ്ടാക്കാൻ, ധാരണ ഉണ്ടാക്കാൻ പോകേണ്ട കാര്യം? LDFിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്. കോൺഗ്രസ് BJP കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ്. ആ മാറ്റത്തിൻ്റെ ഫലമായി ഉണ്ടായ നേട്ടമാണ് BJP ഇന്ന് കൊണ്ടുപോയത്. അത് കോൺഗ്രസ് നന്നായി പഠിച്ചില്ലെങ്കിൽ, ആരുടെയെങ്കിലും തലയ്ക്ക് ചാരി താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടുന്ന ഇത്തരം വാക്കുകളാണ് കോൺഗ്രസ് എടുത്താൽ ഒരു കാലത്തും കോൺഗ്രസ് രക്ഷപ്പെടില്ലെന്നുള്ളതിൻ്റെ തെളിവ് നമ്മൾ ഇന്ത്യ ഒട്ടാകെ കാണുകയില്ലേ? അതുകൊണ്ട് കേരളത്തിൽ, തിരുവനന്തപുരത്ത് അവർക്ക് സംഭവിച്ച വീഴ്ച അവർ വിലയിരുത്തണം. മതേതര മനസ്സുള്ള അവരുടെ പിന്മുറക്കാർ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന കുടുംബങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി നിലപാടെടുക്കണമെന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാറുള്ളത്. മന്ത്രി GR അനിലിൻ്റെ വാദമുഖങ്ങൾ ജനം സ്വീകരിക്കുമോ? കോർപ്പറേഷൻ ഭരണം ആര് നിലനിർത്തും? ആര് കോർപ്പറേഷൻ ജനങ്ങളുടെ മനസ്സ് കീഴടക്കും? 13-ാം തീയതി വരെ കാത്തിരിക്കാം.